പ്രശാന്ത് ചേട്ടാ നമസ്കാരം. ഇന്നത്തെ മനോരമയിലൊരു വാർത്തയുണ്ട്. ആ വാർത്തയെന്ന് പറഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ പരാതി പീഡിപ്പിച്ച് നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ്. ഇത് ആരുടെ സെറ്റിലാണെന്ന് അറിയാമോ? ഇത് നമ്മുടെ മലയാളത്തിൻ്റെ മെഹാ നടനാവാൻ ശ്രമിക്കുന്ന പൃഥ്വിരാജിൻ്റെ സെറ്റിൽ നടന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് നേരെ നടന്ന അതിക്രമമാണ്. ഞാൻ പറയും, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും വലിയ അതിക്രമം നേരിട്ടിരിക്കുന്നത് ഈ ജൂനിയർ ആർട്ടിസ്റ്റാണ്. ആ സമയത്ത് അവർ പരാതി കൊടുത്തിരുന്നു. ആ പരാതി കൊടുത്തപ്പോൾ ഈ പീഡിപ്പിച്ച അസിസ്റ്റൻ്റ് ഡയറക്ടർ ഉണ്ടല്ലോ, അസിസ്റ്റൻ്റ് അല്ല അസോസിയേറ്റ് ഡയറക്ടർ, പൃഥ്വിരാജിൻ്റെ ബ്രോഡാഡിയിൽ പൃഥ്വിരാജിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ, അയാൾ മുങ്ങി. തെലങ്കാന പോലീസ് അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ ഈ മുങ്ങിയ ആൾ പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത് പൃഥ്വിരാജിൻ്റെ എമ്പുരാൻ എന്ന് പറയുന്ന ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്ന സെറ്റിലാണ്. അതായത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ പീഡിപ്പിച്ച അസോസിയേറ്റ് ഡയറക്ടർ വീണ്ടും പൃഥ്വിരാജിൻ്റെ സെറ്റിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അതായത് കേസ് ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ വീണ്ടും കേസ് ഒതുങ്ങിയില്ല. തെലങ്കാന പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തെലങ്കാന പോലീസ് അന്വേഷിക്കുമ്പോൾ പൃഥ്വിരാജ് ഇത് അറിയാതിരിക്കുമോ? ഇല്ല, അറിയുമല്ലോ. അയാൾ വീണ്ടും എമ്പുരാൻ്റെ സെറ്റിൽ വരികയാണ്. എമ്പുരാൻ്റെ സെറ്റ് ഈ പൃഥ്വിരാജ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള സംസാരത്തിൽ പറഞ്ഞത്, ഞാൻ എൻ്റെ തൊഴിലിടം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്താനേ എന്നെക്കൊണ്ട് സാധിക്കൂ, അതുകൊണ്ടുപോലും എൻ്റെ ഉത്തരവാദിത്തം തീരുന്നില്ല എന്നാണ് ഈ പൃഥ്വിരാജ് പറഞ്ഞത്. അതായത് എൻ്റെ തൊഴിലിടം സുരക്ഷിതമാണെന്ന് ഞാൻ ഉറപ്പാക്കിയാൽ പോലും എൻ്റെ ഉത്തരവാദിത്തം തീരുന്നില്ല, കാരണം എല്ലാ തൊഴിലിടങ്ങളും സുരക്ഷിതമാവണം സിനിമാ മേഖലയിൽ എന്ന് വലിയ ഡയലോഗ് അടിച്ചതാണ് പൃഥ്വിരാജ്. ഞാൻ പറയും, ഈ പൃഥ്വിരാജാണ് ലോകകള്ളൻ. ഈ പൃഥ്വിരാജാണ് ലോകകള്ളൻ. അത് പറയാനൊരു കാരണമുണ്ട്. കാരണം ഇന്നത്തെ മനോരമയിലെ ആ റിപ്പോർട്ട് ഇങ്ങനെയാണ്: ബ്രോഡാഡി സിനിമയിൽ അഭിനയിക്കാനെത്തിയ ജൂനിയർ ആർട്ടിസ്റ്റിനെ സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർമാരിൽ ഒരാൾ പീഡിപ്പിച്ചു നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെന്ന് പരാതിയിൽ ഹൈദരാബാദ് പോലീസ് കേസെടുത്തെങ്കിലും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇന്ന് പരാതി നൽകുമെന്ന് യുവതി പറഞ്ഞു. ഇതെപ്പോൾ നടന്നതെന്നറിയാമോ? 2021 ഓഗസ്റ്റ് 8 ഹൈദരാബാദിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് സംഭവം. അപ്പോൾ യുവതി പരാതി കൊടുത്തു. 2021 തെലങ്കാന പോലീസിന് യുവതി പരാതി. ഇനി ഈ വിഷയത്തിൻ്റെ ഗ്രാവിറ്റി വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ സെറ്റിൽ മയക്കുമരുന്ന് ഉപയോഗമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതെങ്ങനെയാണ് നടക്കുന്നത്? ഇവിടെ നടന്നിരിക്കുന്നത് ഒരു പക്കാ ക്രിമിനൽ ഒഫൻസാണ്. പൃഥ്വിരാജിൻ്റെ സിനിമയുടെ സെറ്റിൽ, പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ബ്രോഡാഡി എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ ഈ പെൺകുട്ടിക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സിൽ മയക്കുമരുന്ന് കലക്കി കൊടുക്കുന്നു. മയക്കുമരുന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഷോയിൽ മഞ്ജു പിള്ള പറയുന്നത് ഞാൻ കേട്ടു. അത് കേട്ടപ്പോൾ എനിക്ക് ആദ്യം ചിരി വന്നു, പക്ഷേ ഇത് വായിക്കുമ്പോൾ എനിക്കത് അതിൻ്റെ റെലവൻസ് മനസ്സിലാവുകയാണ്. മഞ്ജു പിള്ള പറയുന്നത്, ഞാൻ എൻ്റെ മോൾക്ക് ഒരു നിർദ്ദേശം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ ഏതെങ്കിലും പാർട്ടിയിൽ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും കുടിക്കാനായിട്ട് തന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെന്നെങ്കിലും ഒരു സാധനം എടുത്ത് കുടിക്കുകയാണെങ്കിൽ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ വെച്ച് കുടിക്കുകയാണെങ്കിൽ അത് മുഴുവൻ കുടിച്ചു കഴിഞ്ഞ് മാത്രം താഴെ വയ്ക്കുക. കാരണം നിങ്ങൾ പകുതി കുടിച്ചിട്ട് താഴെ വെച്ചിട്ട് ആരോടെങ്കിലും സംസാരിച്ച് തിരിച്ചു വന്നത് എടുക്കാൻ പോകുമ്പോൾ ഇതിനകത്ത് മയക്കുമരുന്ന് വല്ലതും കലക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ആ ജൂനിയർ ആർട്ടിസ്റ്റിന് മയക്കുമരുന്ന് കലക്കി കൊടുത്തു. രണ്ടാമത്, അവരെ ആക്രമിച്ച് അവരുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ കവർന്നു. മൂന്നാമത്, നഗ്നചിത്രം പകർത്തി അവരുടെ. നാലാമത്, അത് മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു, ഇലക്ട്രോണിക് ഡിവൈസ് വഴി പ്രചരിപ്പിച്ചു. അഞ്ചാമത്, അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടി ആ ജൂനിയർ ആർട്ടിസ്റ്റിനെ കുടുംബജീവിതം കുട്ടിച്ചോറാക്കി. ഇത് പൃഥ്വിരാജിൻ്റെ സെറ്റിൽ നടന്ന കാര്യമാണ്. ഈ പുള്ളിക്കാരനാണ് പറഞ്ഞത്, എൻ്റെ തൊഴിലിടം ഞാൻ സുരക്ഷിതമാണെന്ന് പറയാൻ മാത്രമേ എന്നെക്കൊണ്ട് പറ്റത്തുള്ളൂ, പക്ഷേ അതുകൊണ്ടും എൻ്റെ ഉത്തരവാദിത്തം തീരുന്നില്ല. ഈ പൃഥ്വിരാജിനോട് ഒരു ഡസൺ ചോദ്യങ്ങളുമായി കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പണിക്കർ രംഗത്തെത്തിയിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളാണ് എനിക്ക് പൃഥ്വിരാജിനോട് ചോദിക്കാനുള്ളത്. ഞാൻ പറയും, പൃഥ്വിരാജ് അതിൽ പുള്ളി ഒന്നാമത് ചോദിക്കുന്നത്, ഈ പൃഥ്വിരാജ് തെലങ്കാന പോലീസ് ഇത് സംബന്ധിച്ച്, തെലങ്കാന അന്വേഷണം നടക്കുകയാണല്ലോ, ഇത് സംബന്ധിച്ച് അതേസമയം പൃഥ്വിരാജ് സംവിധായകൻ എന്ന നിലയിൽ പൃഥ്വിരാജിനെ വിളിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ആരാഞ്ഞിട്ടുണ്ടോ? പൃഥ്വിരാജിനെ വിളിച്ച് എന്തെങ്കിലും സംഭവങ്ങൾ തെലങ്കാന പോലീസ് ആരാഞ്ഞിട്ടുണ്ടോ? ഒന്നാമത്തെ ചോദ്യമാണ്, വളരെ ക്ലിയർ ആയിട്ടുള്ള ചോദ്യമാണ്. പൃഥ്വിരാജ് മറുപടി പറയണം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ക്രിമിനൽ ഇഷ്യൂ ഉണ്ടായപ്പോൾ പൃഥ്വിരാജ് ഏത് രീതിയിൽ ഇടപെട്ടു എന്ന് പൃഥ്വിരാജ് പറയണം. രണ്ടാമത്തെ കാര്യം, വിഷയം പൃഥ്വിരാജ് അറിഞ്ഞെങ്കിൽ പൃഥ്വിരാജ് അതിൽ ഇടപെടണം. കാരണം പൃഥ്വിരാജ് എല്ലാത്തിലും ഇടപെടുന്ന ആളാണ്. സ്വഭാവം അനുസരിച്ച് ഇടപെട്ടേ മതിയോ. കാരണം തൻ്റെ തൊഴിലിടമല്ല, ബാക്കിയുള്ള തൊഴിലിടത്തിൽ സ്ത്രീകൾ അധിക്ഷേപിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായാൽ പൃഥ്വിരാജ് അവിടെ അവതരിക്കുന്ന ആളാണ്. അല്ല, അവതരിക്കാൻ പറ്റത്തില്ല. തൻ്റെ സെറ്റുകൾ പുള്ളി ക്ലിയർ ആക്കിക്കൊള്ളാം, ബാക്കിയുള്ള സെറ്റുകൾ ഉണ്ടാവുന്ന പ്രശ്നത്തിന് എനിക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നാണ് കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ. അങ്ങനെയല്ല പറഞ്ഞത്, ഉത്തരവാദിത്വം ഇല്ല എന്നല്ല, തൻ്റെ സെറ്റ് പോലും
എൻ്റെ ഉത്തരവാദിത്തം തീരുന്നില്ല, ബാക്കിയുള്ളത് കൂടെ മലയാളം ക്ലീൻ ആക്കണം. അപ്പോൾ ആ പൃഥ്വിരാജ് ഈ വിഷയം അറിഞ്ഞോ? ഇത് ക്രിമിനൽ ഇഷ്യൂ ഉണ്ടായപ്പോൾ പൃഥ്വിരാജ് ഏത് രീതിയിൽ ഇടപെട്ടു? എന്തായാലും കേസാകുമ്പോൾ പൃഥ്വിരാജ് അറിയായിരിക്കില്ല, സംവിധായകനാണ്, അസോസിയേറ്റ് ആണ്. പൃഥ്വിരാജ് ഇടപെട്ടില്ലെങ്കിൽ പൃഥ്വിരാജ് ഈ വിഷയം അറിഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഇനി എമ്പുരാനിൽ ഈ അസോസിയേറ്റ് ഇയാൾ ഇതായിട്ട് അഭിനയിച്ചു. ബ്രോഡാഡിയിൽ അസോസിയേറ്റ് എമ്പുരാനിലും വന്നു. അപ്പോൾ പൃഥ്വിരാജ് ബ്രോഡാഡിയുടെ അസോസിയേറ്റ് എമ്പുരാനിൽ വന്നപ്പോൾ പൃഥ്വിരാജ് ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ സംരക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അറിയാതിരിക്കുക ഒരു നിർവ്വാഹം, കേസായ സംഭവം. പിന്നീട് ആ കേസ് വന്നപ്പോൾ ഈ അസോസിയേറ്റ് ഡയറക്ടർ മുങ്ങി. ഈ അസോസിയേറ്റ് ഡയറക്ടർ മുങ്ങിയ ശേഷം ഈ അസോസിയേറ്റ് ഡയറക്ടർ എമ്പുരാൻ്റെ സെറ്റിൽ പ്രത്യക്ഷപ്പെട്ടു. എമ്പുരാൻ്റെ സെറ്റിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ത് ചെയ്തു? അവർ വളരെ ജെന്യുവിനായിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അവർ പൃഥ്വിരാജിൻ്റെ മാനേജർ വഴി ഇത് പൃഥ്വിരാജിനെ അറിയിച്ചു. ഇത് പന്തിയല്ലെന്ന് കണ്ട് പൃഥ്വിരാജ് അസോസിയേറ്റ് ഡയറക്ടറിനെ മാറ്റി നിർത്തി എന്നാണ് അറിയാൻ. ഇത്രയും സംഭവങ്ങൾ പൃഥ്വിരാജിൻ്റെ ആ സെറ്റിൽ നടന്ന ശേഷമാണ് പൃഥ്വിരാജ് വന്ന് ഈ ഡയലോഗ് അടിക്കുന്നത്. ഇനി അടുത്ത സംഭവം, ഈ നടിക്ക് എന്ത് നിയമപരിരക്ഷ അല്ലെങ്കിൽ എന്ത് സഹായമാണ് പൃഥ്വിരാജ് നൽകിയത് എന്നുള്ളത് പൃഥ്വിരാജ് വെളിപ്പെടുത്തണം. ഞാൻ പൃഥ്വിരാജിനോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പൃഥ്വിരാജ് മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും സ്ത്രീ സംരക്ഷണം നടത്തുന്ന ഒരു നടനായതുകൊണ്ടാണ്. ആ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിലാണ് ഞാൻ ചോദിക്കുന്നത്. അടുത്തത്, ഈ കുറ്റാരോപിതനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പൃഥ്വിരാജ് എന്ത് ചെയ്യും? വളരെ ജെന്യുവൻ ആയിട്ടുള്ള ചോദ്യങ്ങളല്ലേ? ഇത്രയും സംഭവങ്ങളിൽ വളരെ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയും ചോദിക്കുന്നുണ്ട്, ഈ നടി പറയുന്നത് തെലങ്കാന പോലീസിൽ പറഞ്ഞ ശേഷം അയാൾ ഒളിവിൽ പോയെന്നാണ് നടി പറയുന്നത്. അങ്ങനെ ഒളിവിൽ പോയ ഒരാൾ എങ്ങനെ എമ്പുരാൻ്റെ സെറ്റിൽ പ്രത്യക്ഷപ്പെട്ടു? ഒളിവിൽ പോകാൻ നേരത്തെ പറഞ്ഞതാണ്, തൽക്കാലത്തേക്ക് മാറി എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു? അപ്പോൾ ഈ വിഷയത്തെപ്പറ്റി പൂർണ്ണമായ ബോധ്യമുണ്ടെങ്കിൽ പൃഥ്വിരാജ് ഇത് എന്തിനു മറച്ചു വെച്ചു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. മനസ്സിലായില്ലേ? എന്തുകൊണ്ട് മറച്ചു വെച്ചു എന്നുള്ള ചോദ്യമുണ്ട്. കാരണം പൃഥ്വിരാജ് അത് മറച്ചു വയ്ക്കുക തന്നെയാണ്. കാരണം ഈ വിഷയത്തെക്കുറിച്ച് ബോധ്യമില്ല എന്ന് പൃഥ്വിരാജിന് പറയാൻ പറ്റില്ല. കാരണം പൃഥ്വിരാജ് ഈ വിഷയം നടന്നു കഴിഞ്ഞ് ആ നടി മാനേജർ വഴി പൃഥ്വിരാജിനെ ഇത് അറിയിച്ചു എന്നാണ് പറയുന്നത്. ആ നടി പൃഥ്വിരാജിനെ അറിയിച്ചപ്പോൾ പൃഥ്വിരാജ് ഇയാളെ മാറ്റി നിർത്തി. എന്നിട്ട് പൃഥ്വിരാജ് ഈ വിഷയം മറച്ചു വെച്ചിട്ടാണ് അവിടെ വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്ന് സംസാരിക്കുന്നത്. എന്തുകൊണ്ട് ഇത് മറച്ചു വെച്ചു? പൃഥ്വിരാജിനെ മാനം മര്യാദയ്ക്ക് തുറന്നു പറയും, എൻ്റെ സെറ്റിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഞാൻ അയാൾക്കെതിരെ നടപടിയെടുത്തു. നോക്കൂ, ഞാനാണ് മാതൃകയായി ഇതിൽ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് എന്ന് പൃഥ്വിരാജിന് പറഞ്ഞുകൂടെ? വ്യക്തമായിട്ട് പറയാം. പിന്നെ അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ നടി ഈ ഇയാൾക്കെതിരെ നടപടിയെടുത്തത് പൃഥ്വിരാജ് എമ്പുരാൻ സെറ്റിൽ ഇയാൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ബ്രോഡാഡിക്ക് ശേഷം. അത് നടപടിയെടുത്തു എന്നുള്ളത് നടി കേട്ടറിഞ്ഞ സംഭവമാണ്. നടപടിയെടുത്തു എന്ന് ഞാൻ വീണ്ടും പറയുന്നു. പക്ഷേ നടി പറയുന്നത് ഞാൻ കേട്ടറിഞ്ഞ സംഭവമാണ്, ഇയാളെ മാറ്റി നിർത്തിയോ ഇല്ലയോ എന്നുള്ളത് പൃഥ്വിരാജ് പറയേണ്ട കാര്യമാണ്. നടി കേട്ടറിഞ്ഞു. ഇത് നടിയുമായിട്ട് കൃത്യമായിട്ട് പൃഥ്വിരാജിന് കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. പിന്നെ കാരണം നടി മാനേജർ വഴി ഇത് പറഞ്ഞിട്ടുണ്ടെന്നാണല്ലോ നടി പറയുന്നത്. അപ്പോൾ ഇത്രയധികം സംഭവ വികാസങ്ങൾ പൃഥ്വിരാജിൻ്റെ സിനിമാ സെറ്റിൽ നടന്നിട്ടുണ്ട്. എന്നിട്ടാണ് പൃഥ്വിരാജ് ഇവിടെ വന്ന് ഇത്തരത്തിലൊരു ഷോ ഓഫ് കാണിക്കുന്നത് എന്ന് നമുക്ക് പ്രത്യേകം പറയേണ്ടി വരും. ഇനി പൃഥ്വിരാജ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പൃഥ്വിരാജിന് ഏത് രീതിയിൽ ഈ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം മാധ്യമങ്ങളെല്ലാം പൃഥ്വിരാജിൻ്റെ നേർക്കാണ് ഈ വിരൽ ചൂണ്ടുന്നത്. എന്തിനാണ്? അടുത്ത അമ്മ പ്രസിഡന്റ് പൃഥ്വിരാജ് ആവണം. അപ്പോൾ ധർമ്മജൻ ബോൾഗാട്ടി കറക്റ്റായിട്ട് വന്ന് പറഞ്ഞു പൃഥ്വിരാജ് ആവണ്ട എന്ന് പറഞ്ഞു. വേറെ പല ആൾക്കാരും വന്ന് പറയുന്നു പൃഥ്വിരാജ് ആവണ്ട എന്ന് പറയുന്നു. മോഹൻലാലിനെ മാറ്റി പൃഥ്വിരാജ് ആവണ്ട എന്ന് പറയുന്നു. ഈ പൃഥ്വിരാജ് അമ്മയുടെ ഒരു ജനറൽ ബോഡി മീറ്റിങ്ങിന് പോലും കൃത്യമായിട്ട് വരാത്ത ഒരാളാണെന്ന് പറയുന്നു. പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും പൃഥ്വിരാജിന് സ്റ്റാൻഡ് അലോൺ ചെയ്യണം. പണ്ട് പോലെ പൃഥ്വിരാജിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. സ്റ്റാൻഡ് അലോൺ ചെയ്യണം, എല്ലായിടത്തും ഞാൻ വ്യത്യസ്തനായി നിൽക്കണം, മലയാള സിനിമ എന്നിലൂടെ കടന്നു പോകണം എന്നൊക്കെ ഉള്ളൊരു അതാണ് ഈ പൃഥ്വിരാജിൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ പൃഥ്വിരാജ് എന്ന് പറയുന്നത്. എനിക്ക് ആ ഇൻഡസ്ട്രിയിലെ കഥകൾ അറിയാം, ഈ ഇൻഡസ്ട്രിയിലെ കഥകൾ അറിയാം, ലോകേഷ് കനകരാജ് എടുക്കാൻ പോകുന്ന അടുത്ത 10 ചിത്രങ്ങളുടെ കഥ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം, കൽക്കി 2ൻ്റെ കഥ അറിയാം, ടൈറ്റാനിക് സെക്കൻഡ് എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കഥ അറിയാം എന്നൊക്കെ പൃഥ്വിരാജ് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ ഫിലിം ഇൻഡസ്ട്രിയുമായിട്ടും എനിക്ക് അഭേദ്യമായിട്ടുള്ള ബന്ധമാണ്. അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാനല്ലാതെ വേറൊരാൾക്കും അങ്ങനെ ഒരു ബന്ധം അവിടെ സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന ആ അത്തരത്തിൽ മൂവ് ചെയ്യുന്ന ഒരാളാണ് പൃഥ്വിരാജ്. അപ്പോൾ അങ്ങനെയുള്ളൊരു നടൻ ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു തൻ്റെ ഇവിടെ നേരിട്ടിരിക്കുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് നേരിട്ടിരിക്കുന്ന ഒരു അതിക്രമം, അതിൽ എന്ത് നടപടി എടുത്തു എന്നുള്ളൊരു ചോദ്യം വലിയ രീതിയിൽ ഉയർന്നു വരികയാണ്. പൃഥ്വിരാജിന് എന്ത് ഇതിൽ പറയാനായിട്ട് സാധിക്കും? പൃഥ്വിരാജിനെ പറ്റി ഇപ്പം മാധ്യമങ്ങളൊക്കെ ഉയർത്തി കാണിക്കുന്നതല്ല പൃഥ്വിരാജ്. ഒരു കപടമുഖധാരിയാണ് പൃഥ്വിരാജ് 100%. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജിനെ പറ്റി നമ്മൾ പുറകോട്ട് പഠിച്ചാൽ പൃഥ്വിരാജിൻ്റെ അച്ഛൻ സുകുമാരൻ, അദ്ദേഹത്തിന് ശേഷം ഈ മക്കൾ രണ്ടുപേരും സിനിമയിൽ വരുന്നു. സിനിമയിൽ ആദ്യമായിട്ട് സ്വാഭാവികമായിട്ട് ഞാൻ സിനിമയിൽ വന്നാലും ധനുഷ് സിനിമയിൽ വന്നാലും ആര് സിനിമയിൽ വന്നാലും സിനിമയിൽ നമ്മൾക്ക് ആക്സസ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിലേ നമ്മളെ സിനിമ പ്രൊഡ്യൂസറായാലും സംവിധായകനായാലും മറ്റു ആൾക്കാരും പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന് ചെറിയ ചെറിയ പ്രൊമോഷൻസ് കിട്ടി.
അപ്പം ഈ പറയുന്നത് പോലെയുള്ള അല്ലെങ്കിൽ വ്യൂവേഴ്സ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടു. പക്ഷേ അദ്ദേഹം കുറഞ്ഞ ചിലവിലാണെങ്കിലും പടങ്ങളിൽ അഭിനയിച്ച് അവസാനം പൃഥ്വിരാജ് എന്നുള്ളൊരു പേര് ഇത് കൊണ്ടുവന്നു. അതിനുശേഷം ഈ ധനുഷ് പറയുന്നത് പോലെ എല്ലാത്തിനകത്തും ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്. അത് നമ്മളിപ്പം ഇതിനകത്ത് ഈ പറയുന്നവർക്കല്ല, എല്ലാ മേഖലയിലും ഉണ്ട്. അങ്ങനെ ഉണ്ടായാലേ ആ മേഖലയും പോകത്തുള്ളൂ. അല്ലെങ്കിൽ പൈസ പറഞ്ഞൊരു കാര്യമുണ്ട്, പവർഫുൾ ആയിട്ടുള്ള ആളാണ് പവർ ഗ്രൂപ്പ്. അതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. അതിനകത്ത് പിന്നെ ആ പവർ ഗ്രൂപ്പ് ഏതെല്ലാം പവറുള്ള ആൾ ഏതെല്ലാം മേഖലയിൽ നല്ലതല്ലാത്ത മേഖലയിൽ പ്രവർത്തിക്കുന്നതിനനുസരിച്ചാണ് അതിന് ഗുഡും ബായ്ക്കും വരുന്നത്. ഇപ്പം ഇദ്ദേഹം ഈ പവർ ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ പറ്റാത്തതുകൊണ്ട് സ്വന്തമായിട്ട് ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ തന്നെ ശ്രമിച്ച ആളാണ്. അതിനകത്ത് ഒരു നല്ല മുഖം പുറത്ത് കാണിച്ചുകൊണ്ട് ഇല്ലാത്ത കൊള്ളരുതായ്മയെ കൂടിയൊക്കെ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിലേക്ക് ചില കാര്യങ്ങൾ വിരൽ ചൂണ്ടിയപ്പോഴാണ് ഇദ്ദേഹം ഉൾവലിഞ്ഞത്. ഇദ്ദേഹവും ആഷിഖ് അബു എന്ന് പറയുന്ന ഒരു സംവിധായകനുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പം പച്ചയായിട്ടങ്ങ് പറയാം. അതായത് ഇസ്ലാമിസ്റ്റ് ഫണ്ടുകൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഫണ്ടുകൾ, സിനിമാ മേഖലയിൽ വരുന്ന ഫണ്ടുകൾ എന്ന് പറയുമ്പോൾ ധനുഷ് സിനിമ എടുക്കാൻ വരുന്നതെന്നുണ്ടെങ്കിൽ ധനുഷ് കണ്ടമാനം ടാക്സ് കൊടുക്കുന്ന ആളാണ്. ഇപ്പോൾ ഒരു 7,000 കോടി രൂപ ടാക്സ് കൊടുക്കുന്ന ആളാണ്. ഒരു സിനിമ എടുത്താൽ അത്രയും പൈസ കുറച്ച് ടാക്സ് കൊടുത്താൽ മതി. 7,000 കോടി കൊടുക്കണ്ട. സിനിമ 500 കോടിക്ക് എടുത്താൽ 500 കോടി ടാക്സബിൾ ആവുമല്ലോ. അപ്പോഴും ധനുഷ് നഷ്ടമില്ല. അപ്പോൾ 7,000 അതിനകത്ത് 500 കോടി. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആൾക്കാർ സിനിമയിൽ വരും. രണ്ടാമത് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ സിനിമാ മേഖലയിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. ആ കള്ളപ്പണം വെളുപ്പിക്കാൻ വരുന്ന ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ചില ഉദ്ദേശങ്ങൾ കൂടിയുണ്ട്. അവരുടെ ചില താല്പര്യങ്ങൾ ഇതുപോലുള്ള സിനിമയിൽ കൂടി പറയുമ്പോൾ ആൾക്കാർ അത് ശരിയെന്ന് കേൾക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതിനുദാഹരണമായിരുന്നു ഈ നമ്മളീ പറഞ്ഞ ആഷിഖ് അബു 1921 പറഞ്ഞ ഒരു പടം എടുക്കുന്നതിന് വേണ്ടി, വാര്യംകുന്നനെ എടുക്കുന്നതിന് വേണ്ടി പൃഥ്വിരാജിനെ അവിടം തൊട്ടാണ് ആരാണ് പൃഥ്വിരാജിൻ്റെ പുറകിൽ ആരാണ്, പൃഥ്വിരാജ് എന്താണെന്ന് ഇവിടുത്തെ RSS ഉൾപ്പെടെയുള്ള അല്ലെ ഇപ്പം പണ്ടത്തെ കൂട്ടല്ലല്ലോ, ഹിന്ദുത്വ എന്ന് പറയുന്ന സംവിധാനം പണ്ടത്തെ കൂട്ടി എന്തും കളഞ്ഞിട്ട് പോകുന്ന രീതിയിൽ എല്ലാത്തിനകത്തും ഉറ്റുനോക്കുന്നു. അവിടെ കൊണ്ട് വിമർശനം വന്നു, ചർച്ച വന്നു, ഇതിൻ്റെ ഫണ്ട് എവിടുന്ന എന്നുള്ള രീതിയിലുള്ള അന്വേഷണം വന്നു. ആഷിഖ് അബുവിലേക്ക് അന്വേഷണം പോയി, പൃഥ്വിരാജിലേക്ക് അന്വേഷണം പോയി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്, നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, പലവട്ടം ഈ മേഖലയിൽ കേരളത്തിലെ ഫിലിം മേഖലയിൽ ED പല തെരച്ചിൽ നടത്തിയാണ്. കാരണം ഇവിടെ വരുന്ന പൃഥ്വിരാജിന്റെ ഭാഗത്തുനിന്നൊന്നും കിട്ടിയിട്ടില്ല. പൃഥ്വിരാജിന്റെ ഭാഗത്തുനിന്ന് ഒന്നും കിട്ടിയിട്ടില്ല. പൃഥ്വിരാജിനെ കൃത്യമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ചില മേഖലയിൽ നിന്നുള്ള ഇത് വന്നു. അത് മനസ്സിലാക്കി പൃഥ്വിരാജ് വളരെ കൃത്യമായിട്ട് പുറകോട്ട് മാറുകയാണ്. അപ്പം ഈ പൃഥ്വിരാജ് ഇപ്പോൾ അവതരിച്ചിരിക്കും. പൃഥ്വിരാജ് കൃത്യമായ സമയത്ത് ഇല്ല, നമ്മൾ ചില ബിംബങ്ങൾ ബംഗ്ലാദേശ് കലാപം കറക്റ്റ് ആയപ്പം അതിൻ്റെ മുമ്പിൽ ഒരു ബിംബം വന്നില്ലേ, അതുവരെ കാണാത്തൊരു ബിംബം. നമ്മുടെ കാശ്മീരല്ല കർഷക സമരത്തിന് ഏറ്റവും അവസാനം ഒരു ബിംബം വന്നിട്ട് ഇപ്പോൾ അവൻ ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം പൃഥ്വിരാജ് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടന്നു. അതൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ രീതിയിലായാലും ഇൻഡസ്ട്രി, അതായത് ഇപ്പം അയാളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന, അയാൾക്ക് കൂടുതൽ ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്ത ഫിലിം ഇൻഡസ്ട്രി, കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രി പൊളിഞ്ഞു കൊട്ടയെ കയറി അതിനെ രക്ഷിക്കാൻ ആര് വേണമെന്ന് പറയുമ്പോൾ ഈ മുഖം അവതരിച്ചു, അതിന് സപ്പോർട്ടും വരുന്നു. അത് മുതലാക്കാൻ വേണ്ടിയാണ് അയാൾ നിൽക്കുന്നത്. അയാളുടെ സെറ്റുകളിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ വരാൻ പോകുന്ന എനിക്ക് തോന്നുന്നു ഒരു പവർ ഗ്രൂപ്പ് പോയി കഴിഞ്ഞാൽ അടുത്ത പൃഥ്വിരാജാണ് വരുന്നെങ്കിൽ പൃഥ്വിരാജിന് ചുറ്റും പവർ ഗ്രൂപ്പ് ഉണ്ട്. പൃഥ്വിരാജിന്റെ ചുറ്റും ഉള്ള പവർ ഗ്രൂപ്പിനെ പറ്റി ഏകദേശമുള്ള ഒരു കാര്യമാണ് ധനുഷേ ഞാൻ പറഞ്ഞത്. അല്ല, ഇത് നമ്മളിപ്പോൾ ചർച്ച അങ്ങോട്ട് പോകണ്ട. ഞാനിത് പ്രധാനമായിട്ട് ഉറ്റുനോക്കുന്നത് പൃഥ്വിരാജ് പവർ ഗ്രൂപ്പ് ഉണ്ടാക്കുകയോ ഇല്ലാതായിരിക്കുമോ, അയാൾ കാശ് വെട്ടിക്കുകയോ ED അയാളിൽ നിന്ന് പിടിക്കാതിരിക്കുമോ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അയാളുടെ പിറകിൽ ആരുണ്ടോ, അതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഈ നടിയുടെ പ്രശ്നമാണ്. ഇതെന്തുകൊണ്ടാണ് ഈ നടിയുടെ വിഷയം പൃഥ്വിരാജിൻ്റെ സെറ്റിൽ നടന്നിട്ടും ഇയാൾ ഇത്ര ലാഘവത്തോടു കൂടി ഇയാൾക്ക് വന്നെന്ന് പറയാനായിട്ട് സാധിക്കുന്നത്? എൻ്റെ തൊഴിലിടം സുരക്ഷിതമാണെന്ന് ഇയാൾക്ക് പറയാൻ സാധിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ചേട്ടാ, ഏറ്റവും വലിയ പീഡനമാണിത്. മനസ്സിലായില്ലേ? ആക്രമിക്കപ്പെട്ട നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു. ഈ ജൂനിയർ ആർട്ടിസ്റ്റിനെ മയക്കുമരുന്ന് സോഫ്റ്റ് ഡ്രിങ്ക്സിൽ കലർത്തി പീഡിപ്പിച്ചു. വളരെ ഗുരുതരമായിട്ടുള്ളൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. മനസ്സിലായി. ഞാൻ പറഞ്ഞു വന്നപ്പോൾ ധനുഷ് വിചാരിച്ച് ഞാൻ വേറെ മേഖലയിൽ പോയത്. ധനുഷ് ഇപ്പം ഇതിനകത്ത് WCC എന്ന് പറയുന്ന ഒരു സംഘടനയാണ്, പുറകോട്ട് പോകാൻ ചുരുക്കി പറയാം. WCC എന്ന് പറയുന്ന സംഘടനയാണ് ഇങ്ങനത്തെ ഒരു നടിയെ പീഡിപ്പിച്ച, ദിലീപായിട്ട് ബന്ധപ്പെട്ടൊരു നടിയെ പീഡിപ്പിച്ച കേസ്. അതിനോടൊന്ന് വെച്ച് WCC ഉണ്ടാക്കി. WCC ഇടതുപക്ഷ ചിന്താഗതി അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ളവരായിട്ട് പിണറായി സഖാവിനെ കണ്ടു. പിണറായി സഖാവ് പറഞ്ഞു നിങ്ങളുണ്ടാക്കി, നമ്മൾ അതിനകത്തൊരു കമ്മിറ്റി വെച്ചു. കമ്മിറ്റി അന്വേഷിച്ചു, അതിനകത്ത് റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയും മനസ്സിലാക്കേണ്ടത് ഈ മേഖലയിൽ നടക്കുന്നൊരു ചൂഷണം, കൃത്യമായിട്ട് നടക്കുന്നൊരു ചൂഷണമാണ്. അത് ഈ WCC എന്ന് പറയുന്ന ആൾക്കാർക്കും കൃത്യമായിട്ട് അറിയാം. അവർ ഈ മേഖലയിൽ വർക്ക് ചെയ്താണല്ലോ. അന്നൊന്നും പറയാത്തൊരു കാര്യം, അവരുടെ കയ്യിൽ നിന്ന് ഈ അവരല്ലെങ്കിൽ അതിനകത്തുനിന്ന് പുറത്തായപ്പോൾ
അവരെ അതിന് വേണ്ടി ഇടപെട്ടു, അല്ലെങ്കിൽ ഇനി അത് വേണ്ടാന്ന് തീരുമാനം. അത് തന്നെ ഇയാൾ തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിന് അറിയാൻ വയ്യാത്ത കാര്യമൊന്നുമല്ല. ഈ നടക്കുന്ന കാര്യങ്ങൾ മൊത്തവും അദ്ദേഹത്തിന്റെ സെറ്റിൽ നടക്കുന്നുണ്ട്. പക്ഷേ അതിനെ മറച്ചു പിടിച്ച് മുന്നോട്ട് നിന്ന ഒരു മുഖം മൂടിയാണ് ഈ പൃഥ്വിരാജ് എന്നാണെന്ന് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ സെറ്റിൽ ഈ എമ്പുരാന് മുമ്പുള്ള ഒരു സെറ്റ് ഉണ്ടല്ലോ, ആ സിനിമയുടെ പേരെന്തോ, നമ്മുടെ ഈ എമ്പുരാൻ രണ്ടാമത് എടുക്കുന്നതല്ലേ, ലൂസിഫറിന്റെ സെറ്റിൽ നിന്ന് ഇപ്പൊ പീഡനത്തിന്റെ 2 ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ സെറ്റിൽ വെച്ച് അദ്ദേഹത്തിന്റെ സെറ്റല്ലയോ, അദ്ദേഹത്തിന്റെ കൺട്രോളിലല്ലയോ, ഈച്ച വിലങ്ങ പറഞ്ഞാൽ പുള്ളിയുടെ കൺട്രോളിലല്ല. പൃഥ്വിരാജ് ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം. ഈ പൃഥ്വിരാജ് ഇത് അറിഞ്ഞിട്ടില്ല പിടിച്ചിട്ടില്ല എന്ന് അറിഞ്ഞിട്ടില്ല പിടിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം പൃഥ്വിരാജിന്റെ സെറ്റിൽ എല്ലാം കൺട്രോൾ ചെയ്യുന്ന പൃഥ്വിരാജാണ്. അതാ ഞാൻ ഒരു കാര്യം പോലും പൃഥ്വിരാജ് അറിയാതെ പോകത്തില്ല. കാരണം പൃഥ്വിരാജ് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സെറ്റിൽ ഞാൻ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. അത് പല നടന്മാരും നടിമാരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതായത് പൃഥ്വിരാജ് വരുമ്പോൾ സെറ്റിൽ എല്ലാവർക്കും ഭയമാണ്. കാരണം പൃഥ്വിരാജിന് എല്ലാം കൃത്യമായിരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു സാഹചര്യം മുൻനിർത്തി ഈ നടി പറയുന്നത് പൃഥ്വിരാജ് അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് വലിയ അതെങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല. അസോസിയേറ്റിനെ മാറ്റിയ സമയത്ത് നടിയെ പൃഥ്വിരാജ് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ആ നടിയെ അവിടെ വെച്ച് പീഡിക്കപ്പെട്ടു. അയാൾ അവിടെ നിന്ന് ഒളിവിൽ പോകുന്നത് എങ്ങനെയാണ്? പൃഥ്വിരാജ് അറിയാൻ ഒളിവിൽ പോകും. എന്നിട്ട് ഈ എമ്പുരാന്റെ സെറ്റിൽ അയാൾ എങ്ങനെ വന്നു? പൃഥ്വിരാജിന്റെ സെറ്റിൽ വരുമോ? ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട്, ഇതൊരു വലിയൊരു വ്യവസായമാണ്. അതിനകത്ത് പവർ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നേരത്തെ ദിലീപ് നിയന്ത്രിച്ചിട്ടുണ്ടാവും. അതിനുശേഷം ഇപ്പോൾ മോഹൻലാലോ മമ്മൂട്ടിയോ നമ്മൾ പേരുകൾ പറയും നിയന്ത്രിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനപ്പുറം വേറെ ആയാലും നിയന്ത്രിക്കുന്നുണ്ടോ? ഈ നിയന്ത്രണം അവരുടെ കയ്യിൽ നിന്ന് മാറി പൃഥ്വിരാജിന്റെ കയ്യിലാവണമെന്ന് ആഗ്രഹിച്ചു. ഈ മഞ്ജു വാര്യറിന്റെ കാര്യം നമ്മൾ നോക്കുമ്പോഴും അതേ ഉള്ളൂ. മഞ്ജു വാര്യർ എന്ന് പറയുന്ന സ്ത്രീ ദിലീപിൽ നിന്ന് മാറി അവർ ഡൈവോഴ്സ് ആയ സമയത്ത് ദിലീപ് എന്ന് പറയുന്ന ആളാ നിയന്ത്രിക്കുന്നത്. അവർക്ക് വീണ്ടും സിനിമയിൽ വരണമെങ്കിൽ ദിലീപ് തീരുമാനിക്കണം. മഞ്ജു വാര്യർക്ക് ഒരിക്കലും ദിലീപ് നിൽക്കുമ്പോൾ സിനിമയിൽ വരാൻ പറ്റത്തില്ല. ആ സമയത്താണ് നടിയെ ആക്രമിക്കുന്ന കേസ് ഉണ്ടാകുന്നത്. നടി ആക്രമിക്കുന്ന കേസ് ദിലീപ് വിട്ടു. അതിന് വേണ്ട സഹായമെല്ലാം ഈ ആക്രമിച്ച നടി ഉൾപ്പെടെയുള്ളവർ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പുണ്ട്, അതിൻ്റെ കെയർ ഓഫിലാണ് WCC ഉണ്ടാകുന്നത്. അതിനുശേഷം WCC കൈവിട്ടിട്ട് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പവർ ഗ്രൂപ്പിലേക്ക് അവർ പോയി. ഇത് തന്നെയാണ് പൃഥ്വിരാജ് ചെയ്യാൻ പോകുന്നത്. അല്ല അതിനകത്ത് അഴിമതി ഇല്ലാതാക്കുന്നതിനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നുമല്ല. അവർക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി അവർ ചില മുഖംമൂടികൾ എടുത്ത് ധരിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായ സമയം അതേ പോകും. അതുകൊണ്ട് പൃഥ്വിരാജിന്റെ സെറ്റിൽ കുഴപ്പങ്ങളൊന്നുമില്ല. പൃഥ്വിരാജിന്റെ പുറകെ നിൽക്കുന്നതെല്ലാം മഹാത്മാഗാന്ധിയുടെ ആൾക്കാരാണ് എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ, അത് ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ തന്നെ നമ്മൾ ഉറ്റുനോക്കുമ്പോൾ ആ മാധ്യമങ്ങളുടെ ധർമ്മം എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ അവരുടെ പിറകിലാണ് ആരാണെന്ന് എന്നൊക്കെ നമുക്ക് വിചാരിക്കേണ്ടി വരും. നമ്മൾ ആരെയും വെള്ളപൂശുമല്ല. പൃഥ്വിരാജ് ഒരു യേശുക്രിസ്തുവോ ഒരു സ്വാമി വിവേകാനന്ദനോ ഒരു ഈ പറയുന്ന മഹാത്മാഗാന്ധിയോ ഒന്നുമല്ല. പൃഥ്വിരാജ് ചെയ്യുന്ന പണി ഇതൊക്കെ തന്നെയാണ്. പക്ഷേ പൃഥ്വിരാജിന്റെ നേതൃത്വത്തിൽ ഈ പണികൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പം തന്നെ മഞ്ജു വാര്യരുടെ അവസ്ഥ ഏതാ? മഞ്ജു വാര്യർ ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരി. രണ്ടാമത് ധനുഷ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, മഞ്ജു വാര്യനപ്പുറം ഒരു നടിയുണ്ടോ ഇന്ന് സിനിമാ മേഖലയിൽ? ഇന്ന് നേരത്തെ കുറച്ചെങ്കിലും ആൾക്കാരുണ്ടായിരുന്നു. ഒരു നടി എന്ന് പറയുന്നതിനകത്ത് 1-2 എണ്ണാൻ ആളില്ല. മഞ്ജു വാര്യർ മാത്രം. എത്ര വയസ്സുണ്ട്? 40-45 വയസ്സായി. ഒരു യുവ നടികളുണ്ടോ? ആരുമില്ലല്ലോ. എന്താ വരാത്തത്? എന്താ ഇല്ലാത്തത്? അതായത് അവരാഗ്രഹിക്കുന്നു. പരസ്യത്തിനകത്ത് എന്താ ഇല്ലാത്തത്? ഒരു വളരെ ബുദ്ധിമതിയായ സ്ത്രീയാണ്. സംസാരിക്കത്ത് പോലും ഇല്ല. എന്ത് ചോദിച്ചാലും സംസാരിക്കത്തില്ല. ദിലീപിനെ പറ്റി പലവട്ടം മാധ്യമങ്ങൾ ചോദിച്ചു. ദിലീപിനെ പറ്റി മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതിന് അത്രയും ബുദ്ധി പൃഥ്വിരാജിനുണ്ടെന്ന് തന്നെ അംശം. എന്നിട്ട് അവസാനം നമ്മുടെ ഒടിയൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്തെ അദ്ദേഹം ആ സംവിധായകനെ അറിയാമല്ലോ. അയാൾ ഈ പരസ്യമേഖലയിൽ ഏറ്റവും വലിയ ആളാണ്. രണ്ടാമത് പരസ്യമേഖലയിൽ ഇവരെ ഇത് ചെയ്യിച്ച് അവസാനം അയാൾ വിചാരിച്ചു ഇവരെയും കൊണ്ട് നടക്കാവുന്നു. അതിൻ്റെ ആ കെയർ ഓഫ് വന്ന് അവർ കയറി കഴിഞ്ഞിട്ട് അവർക്ക് അവിടെ കാലുറപ്പിച്ചു എന്ന് കണ്ടപ്പോൾ കിട്ടോളാൻ പറഞ്ഞു, കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അതായത് അവർക്ക് സ്റ്റാൻഡ് ഉറപ്പിക്കുന്നതിന് വേണ്ടി അവർ ഏത് റോളും എടുക്കും. അതിനുശേഷം അവരെ പുറന്തള്ളും, അവരവർ സേഫ് ആവും. ഇത് തന്നെയാണ് പൃഥ്വിരാജ് ചെയ്യാൻ പോകുന്നത്. പൃഥ്വിരാജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്നത്. പൃഥ്വിരാജ് സാമ്പത്തികമായിട്ട് സേഫായി. ഇനി അയാളുടെ കീഴ്ക്കുടി പ്രസ്ഥാനം കൊണ്ടുപോകണം. അല്ലാതെ പൃഥ്വിരാജ് പ്രീഡനം അറിയാതിരിക്കുകയോ അല്ലെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ പൃഥ്വിരാജ് ഒരു സംശുദ്ധ ബിംബമോ ഒന്നുമല്ല. പൃഥ്വിരാജ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ പൃഥ്വിരാജ് റബല്. തമിഴിൽ തെലുങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒച്ചാൻസ് നിൽക്കും. ഇവിടെക്കാട്ടിലും വലിയ ആൾക്കാരെ കാണാൻ പോകണ്ടല്ലോ. മലയാളത്തിൽ വരുമ്പോൾ പൃഥ്വിരാജിന് എല്ലാവരോടും ഭയങ്കര പുച്ഛമാണ്. പക്ഷേ സംസാരിക്കില്ല, ഇന്റലക്ച്വൽ കളിക്കുക. വേറെ ഇതിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പൃഥ്വിരാജ് ഭയങ്കര രാജമൗലിയോട് ഞാൻ അങ്ങോട്ട് ചാൻസ് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. പൃഥ്വിരാജ് ഇതിലില്ല, എനിക്ക് രാജമൗലി സാറിനോട് വർക്ക് ചെയ്യാൻ
താല്പര്യമുണ്ട്. അടുത്ത പടത്തിൽ ഒന്ന് വില്ലനായിട്ട് അഭിനയിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, എല്ലാത്തിനും ഒരു സ്റ്റാൻഡ് അലോൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത്. എന്തായാലും പൃഥ്വിരാജ് പറഞ്ഞ വാക്കിന് വിലയുണ്ടെങ്കിൽ പൃഥ്വിരാജ് ഈ കാര്യങ്ങൾ പുറത്തു വന്ന് പ്രതികരിക്കണം. ഈ നടിയെ പീഡിപ്പിച്ച വിവരവും ഈ നടിയെ പീഡിപ്പിച്ച അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണെന്നുള്ളൂ, അയാൾക്ക് വേണ്ട നിയമ സംരക്ഷണവും അയാൾക്ക് വേണ്ട സംരക്ഷണവും കൊടുക്കാൻ ഉള്ള കാര്യങ്ങൾ ചെയ്തതും വീണ്ടും അയാളെ ആ സെറ്റിൽ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പൃഥ്വിരാജ് അറിഞ്ഞു തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇത്തരത്തിലുള്ള ഒരാളിനെ അയാൾക്ക് ആവശ്യമാണ്. അയാളുടെ സെറ്റുകളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയായിട്ട് നടക്കുന്നുണ്ട്. ഇത് വളരെ താമസിയാതെ തന്നെ വെളിയിൽ വരുന്ന ഒരു അവസ്ഥയുണ്ടാവും. പിന്നെ ഇതൊന്നും ഇപ്പോഴായതുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. 10 ദിവസം കഴിഞ്ഞാൽ ഇതെല്ലാം ചർച്ച ചെയ്യുന്നത്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് തൊഴിലിടത്തിൽ വച്ചല്ല നടന്നത് എന്നാണ് പൃഥ്വിരാജ് പറയുന്നതെങ്കിൽ സുപ്രീം കോടതി തൊഴിലിടത്തിന്റെ യഥാർത്ഥത്തിലുള്ള എന്താണ് തൊഴിലിടം എന്നോ ഡെഫിനിഷൻ പറഞ്ഞു. അത് നിർത്തി വായിച്ചു നോക്കിയാൽ അതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. അതെ, തൊഴിലിടത്തിൽ വെച്ചല്ലെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ എവിടെ വെച്ചും പീഡിപ്പിക്കാമെന്നുള്ള ന്യായമൊന്നും പൃഥ്വിരാജിന്റെ ഭാഗത്തൊന്നും വന്നിട്ടില്ല. ആയിക്കോട്ടെ, ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.